പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാൽവരി ബലിയിലേക്കുള്ള ഒരു തീർത്ഥാടന യാത്രയിലാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണമെന്ന ലോകചരിത്രത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റിയ ആ മഹാസംഭവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് പഴയ നിയമത്തിലെ ബലികൾ എങ്ങനെ കാൽവരി മലയിൽ എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ ഈ സമർപ്പണ യാത്ര. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചത് ഉൽപ്പത്തി 22 അബ്രഹാമിൻ്റെ ബലിയർപ്പണത്തെയാണ്. ഉൽപ്പത്തി 22 നടന്ന ഈ ബലിയർപ്പണത്തിന് ശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ബലിയർപ്പണം നമ്മൾ കണ്ടുമുട്ടുന്നത് ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിലാണ്. ഈ ബലി അർപ്പിക്കുന്നത് അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബാണ്. യാക്കോബ് ഈ ബലി അർപ്പിക്കുന്നത് ബഥേൽ എന്ന സ്ഥലത്താണ്. ആ ബലി നടക്കുന്നതിന് ദീർഘമായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം മനസ്സിലാക്കാൻ നമ്മൾ യാക്കോബിൻ്റെ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി 27 അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ ഭാര്യയായ റബേക്ക, മക്കളെ തരംതിരിച്ച് സ്നേഹിച്ച ഒരമ്മ, മൂത്ത മകനേക്കാൾ അധികം ഇളയ മകനെ സ്നേഹിച്ച റബേക്ക എന്നൊരമ്മ, ഇളയ മകന് മൂത്ത മകന് കിട്ടേണ്ട അനുഗ്രഹം എളുപ്പത്തിൽ സ്വന്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു വഞ്ചന മകനെ കൊണ്ട് പ്രവർത്തിക്കാൻ, ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഉൽപ്പത്തി 27 വായിക്കുന്നുണ്ട്. ചേട്ടന് കിട്ടേണ്ട അവകാശം വഞ്ചനാപൂർവം, തന്ത്രപൂർവം അനുജൻ കൈക്കലാക്കി. ഏസാവ് ഈ വിവരം തിരിച്ചറിഞ്ഞപ്പോൾ യാക്കോബിനെ കൊല്ലാനായി ആലോചിക്കുമെന്ന് മനസ്സിലാക്കിയ നായാട്ടുകാരനായ ചേട്ടൻ്റെ കൈകളാൽ കൊല്ലപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ യാക്കോബ് അമ്മയുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 27 യാക്കോബ് ചേട്ടനെ, അപ്പനെ ചതിച്ച്, ജ്യേഷ്ഠനെയും പിതാവിനെയും ചതിച്ച് അനുഗ്രഹം കൈക്കലാക്കി വീട്ടിൽ നിന്ന് ലാബാൻ എന്ന അമ്മയുടെ സഹോദരൻ്റെ അടുത്തേക്ക്, പാതാൻ ആരാം എന്ന സ്ഥലത്തേക്ക് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഒളിച്ചോടുമ്പോൾ ബർഷേബായിൽ നിന്ന് ഹാരാനിലേക്ക് അബ്രഹാം യാത്ര തിരിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ ദീർഘമായ ഈ യാത്ര ഏതാണ്ട് ഒരു ദിവസത്തെ വഴി പിന്നിടുമ്പോൾ, ഏതാണ്ട് ഒരു 35 കിലോമീറ്റർ അബ്രഹാം യാത്ര ചെയ്ത് മടുത്ത് അവശനായി അദ്ദേഹം ഹാരാനിലെത്തി. അവിടെ തളർന്ന്, മടുത്ത്, വിഷമിച്ച്, മാനസിക ശാരീരിക വൈഷമ്യതകളെല്ലാം അനുഭവിച്ച് അദ്ദേഹം ആ രാത്രി ഒരു കല്ല് തലയണയാക്കി കിടന്നുറങ്ങുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു ദർശനം യാക്കോബിന് ഉണ്ടാവുന്നതായി ഉൽപ്പത്തി പുസ്തകം 28 നമ്മൾ വായിക്കുകയാണ്. ബർഷേബായിൽ നിന്ന് ഹാരാനിലേക്ക് യാക്കോബ് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ, ഇരുട്ട് പരന്നപ്പോൾ അദ്ദേഹം അവിടെ രാത്രി ചെലവഴിച്ചു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ ഏറ്റവും ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ ഗോവണി, പഴയ നിയമത്തിലെ യാക്കോബ് കണ്ട ദർശനത്തിലെ ഈ ഗോവണി പുതിയ നിയമത്തിൽ അതിൻ്റെ ആകൃതി മാറി ഒരു കുരിശായി മാറി. ഭൂമിയിൽ താഴറ്റം ഉറപ്പിച്ചിരുന്ന, ആകാശത്ത് സ്വർഗത്തിൽ മുകളറ്റം ഉറപ്പിച്ചിരുന്ന, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന, സ്വർഗം ഭൂമിയോടും ഭൂമി സ്വർഗത്തോടും ബന്ധപ്പെട്ടിരുന്ന കുരിശെന്ന ആ വലിയ ഏണിയായി യാക്കോബ് കണ്ട ഗോവണി രൂപാന്തരപ്പെടുന്നുണ്ട് പുതിയ നിയമത്തിൽ. യാക്കോബ് കണ്ട സ്വപ്നത്തിൽ ഗോവണിയുടെ മുകളറ്റത്ത് നിന്ന് പിതാവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്.
ഈ മണ്ണ് ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും തരാൻ പോവുകയാണ്. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ നിന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഞാൻ നിന്നെ കൈവിട്ട് കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, ചതിച്ചും വഞ്ചിച്ചും സ്വന്തം സ്ഥാനം കൈക്കലാക്കാൻ പരിശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങി പോകുമ്പോൾ പാതി വഴിയിൽ അവൻ്റെ യാത്ര തളർന്നും അവശനായും അവൻ അവസാനിപ്പിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മായിപ്പൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുമില്ല. ഇങ്ങനൊരു പാതി വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ പതറിയും തളർന്നും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവനെ തേടി സ്വർഗം ഇറങ്ങി വരികയാണ്. ഓരോ ബലിയിലും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന ഇവിടെ ദൈവം നൽകുകയാണ്. ഈ ഏണി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരിശിൻ്റെ പ്രതീകമാണ്. ഈ കുരിശെന്ന ബലിമരത്തിൽ, ഈ കഴിമരത്തിൽ സംഭവിച്ചതിൻ്റെ ഒരടയാളം ഈ ഗോവണിയിലുണ്ട്. എന്താണ് യാക്കോബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? വീട് വിട്ടിറങ്ങി എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അസ്തിത്വപരമായ ഒരു അരക്ഷിതാവസ്ഥ. ജീവിതം ഒരിടത്തും എത്തിയിട്ടില്ല എന്നൊരു ചെറുപ്പക്കാരൻ്റെ വ്യാകുലത, ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന അനുദിന ദുഃഖം, മനസ്സിലാക്കാനാവാത്ത ഒരു ഭാരം, വൈഷമ്യം, കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ഒരിടത്തും എത്താത്തതിൻ്റെ ആകുലത, ഇവയെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു ചെറുപ്പക്കാരൻ എല്ലാ അരക്ഷിത ബോധമുള്ള, അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഒരിടത്തും എത്തിയിട്ടില്ലാത്ത എല്ലാവരുടെയും പ്രതീകമായി പാതി വഴിയിൽ എത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനോട് ദൈവം പറയുകയാണ്, നിന്റെ വീട് ദൂരെയാണ്, നിന്റെ അപ്പൻ ദൂരെയാണ്, നിന്റെ അമ്മാവൻ ദൂരെയാണ്, നീ എത്തിച്ചേരേണ്ട സ്ഥലം ദൂരെയാണ്. വീട് ദൂരെയാണെങ്കിലും നിന്റെ ബന്ധങ്ങളെല്ലാം ദൂരെയാണെങ്കിലും നിന്റെ ദൈവം നിനക്ക് വളരെ അടുത്താണ്. സ്വർഗം വളരെ അടുത്താണ്. ദൈവദൂതന്മാരും പിതാവായ ദൈവവും നിന്റെ വളരെ അടുത്താണ്. ഒരു ബലി നമുക്ക് തരുന്ന സെക്യൂരിറ്റിയാണിത്. ഒരു ബലി നമുക്ക് തരുന്ന സുരക്ഷിത ബോധമാണിത്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ബോധം. ദൈവത്തിന് ബലിയർപ്പിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ ആത്മന പങ്കുചേരുന്ന, യേശുക്രിസ്തുവിൻ്റെ ബലിയെ സ്വീകരിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു സുരക്ഷിത ബോധം ഇതാണ്. എനിക്ക് പിതാവായി ഒരു ദൈവമുണ്ട്, എനിക്ക് മൂത്ത ജ്യേഷ്ഠനായി യേശുവുണ്ട്, എനിക്ക് അമ്മയായി പരിശുദ്ധ കന്യകാ മാതാവുണ്ട്, എന്നെ സഹായിക്കാൻ അസംഖ്യം വിശുദ്ധരുടെ സംഘമുണ്ട്, എനിക്ക് ചുറ്റും മാലാഖമാരുടെ സൈന്യനിരകളുണ്ട്, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദിജാതന്മാരുടെ സമൂഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ബലി നമുക്ക് തരുന്നത് യാക്കോബ് കണ്ട ഗോവണിയിൽ എന്ന പോലെ ശക്തമായ ഒരു സുരക്ഷിതത്വമാണ്. ഈ സുരക്ഷിത ബോധം അരക്ഷിതാവസ്ഥയുടെ നടുത്തട്ടിൽ നിൽക്കുന്ന, മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന് കൊടുത്തിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഞാൻ നിറവേറ്റിത്തരും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. സ്വപ്നത്തിൽ നിന്ന്, ദർശനത്തിൽ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കുന്ന യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി 28 നമ്മളിത് വായിക്കുന്നത്. ഈ ബഥേലിലാണ് ഉൽപ്പത്തി 35 യാക്കോബ് പിന്നീട് ബലിയർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ ദർശനം യാക്കോബിന് നൽകിയ സുരക്ഷിതത്വം വലുതാണ്. ഈ ദർശനം നൽകിയ ആ സുരക്ഷിത ബോധത്തിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു വൈകാരിക ആവേശത്തിൽ യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ. ദൈവമേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ നീ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും
എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമാക്കി ഞാൻ മാറ്റും. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം 10-1 ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ബേഥേലിൽ വെച്ച് യാക്കോബ് ദൈവത്തിന് ഒരു വാക്ക് കൊടുത്തു. 28-ാം അധ്യായം അവസാനിക്കുന്നത് യാക്കോബ് ദൈവസന്നിധിയിൽ ചെയ്ത ഈ പ്രതിജ്ഞയോടെയാണ്. പ്രതിജ്ഞ ഇങ്ങനെയാണ്: ദൈവമായ കർത്താവേ, അങ്ങ് ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ എന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്താൽ കർത്താവെ, അങ്ങായിരിക്കും എൻ്റെ ദൈവം. ഞാൻ തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. എനിക്ക് കിട്ടുന്നതിൻ്റെ എല്ലാം 10-1 ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യും. 28-ാം അധ്യായം തീരുന്നു. 29-ഉം 30-ഉം 31-ഉം 32-ഉം 33-ഉം 34-ഉം അധ്യായങ്ങൾ നീണ്ട 20 വർഷം വീട്ടിൽ നിന്ന് ഒളിച്ചോടിയ യാക്കോബ് ലാബാന്റെ അമ്മാവന്റെ വീട്ടിലെത്തി. അവിടെ ദാസ്യവേല ചെയ്ത 20 വർഷങ്ങൾ. അവയുടെ ചരിത്രമാണ് ഈ അധ്യായങ്ങളെല്ലാം. യാക്കോബിന് 2 ഭാര്യമാരുണ്ടാകുന്നു. യാക്കോബിന് മക്കൾ ജനിക്കുന്നു. ആടുമാടുകളും സമ്പത്തും വർദ്ധിക്കുന്നു. യാക്കോബ് സമ്പന്നനായി മാറുന്നു. യാത്രയിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കുന്നു. ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുന്നു. സമ്പത്ത് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു. യാക്കോബിനെ സ്വന്തം നാട്ടിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. 28-ാം അധ്യായത്തിൽ യാക്കോബ് എന്തെല്ലാം ദൈവത്തോട് ആവശ്യപ്പെട്ടോ അത് മുഴുവൻ ദൈവം യാക്കോബിന് ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, യാക്കോബ് കൊടുത്ത വാക്കിതാണ്: നീ എനിക്കിവയെല്ലാം ചെയ്തു തന്നാൽ. വാക്കെന്തായിരുന്നു? ബഥേലിൽ ദൈവമേ, ഞാൻ അങ്ങേക്ക് ഒരു ഭവനം പണിത് അങ്ങയെ ആരാധിക്കും, അല്ലെങ്കിൽ അങ്ങേക്ക് ഞാൻ ഒരു ബലിപീഠം പണിത് ബലി അർപ്പിക്കും. ഇതായിരുന്നു വാക്ക്. യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് 20 കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ, കാനാൻ ദേശത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ, ബഥേലിൽ ചെല്ലുന്നതിന് പകരം യാക്കോബ് ഷെക്കേം എന്ന പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്ന് അവിടെ കൂടാരമടിച്ച് അവിടെ താമസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 20 കൊല്ലം മുമ്പ് ഒരു വൈകാരിക ആവേശത്തിൽ ദൈവത്തോട് പറഞ്ഞ വാക്ക് യാക്കോബ് മറന്നു പോവുകയാണ്. അങ്ങനെ സുരക്ഷിതനായി ഇവിടെ തിരിച്ചെത്തിച്ചാൽ ഈ ബഥേലിൽ ഞാൻ അങ്ങേക്ക് ബലിപീഠം പണിത് അങ്ങേ ആരാധിക്കുമെന്ന് 20 കൊല്ലം മുമ്പ് ദൈവത്തിന് കൊടുത്ത വാക്ക് യാക്കോബ് മറന്നുപോയിട്ട് യാക്കോബ് ഷെക്കേമിലെത്തി സുരക്ഷിതനായി അവിടെ താമസിക്കുകയാണ്. ദൈവത്തിന് കൊടുത്ത വാക്ക് നിറവേറ്റിയിരുന്നെങ്കിൽ 34-ാം അധ്യായം ഉണ്ടാകുമായിരുന്നില്ല. എന്താണ് 34-ാം അധ്യായം? ഷെക്കേമിൽ താമസിക്കുമ്പോൾ യാക്കോബിന്റെ മകളായ ദീന ഷെക്കേമിലെ പട്ടണത്തിലൂടെ അലസമായി ഇറങ്ങി നടക്കുമ്പോൾ ഷെക്കേം നഗരത്തിലെ ഷെക്കേം എന്ന് തന്നെ പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ദീനായെ മാനഭംഗപ്പെടുത്തുകയും അവൾ അപമാനിതയാവുകയും ഷെക്കേം ദീനായെ കല്യാണം കഴിക്കാൻ തൻ്റെ ആഗ്രഹം യാക്കോബിനെ അറിയിക്കുകയും ചെയ്യുമ്പോൾ യാക്കോബിൻ്റെ മക്കളായ ശിമയോനും ലേവിയും തങ്ങളുടെ സഹോദരിക്ക് സംഭവിച്ച ഈ മാനഹാനിയിൽ, ഈ അപമാനത്തിൽ മനസ്സുനൊന്ത് വൈരാഗ്യബുദ്ധിയുള്ളവരായി മാറി ഷെക്കേം പട്ടണത്തിലുണ്ടായിരുന്ന ഷെക്കേമിനെയും അവൻ്റെ കൂട്ടുകാരെയും മോഹന വാഗ്ദാനങ്ങൾ നൽകി ചതിയിൽപ്പെടുത്തി അവരെ യഹൂദരാക്കാമെന്ന വ്യാജേന അവരെ പരിച്ഛേദനം നടത്തി അവർ അവശരായിരിക്കുമ്പോൾ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് അവരെയെല്ലാം വെട്ടിക്കൊലപ്പെടുത്തി ആ നാട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ യാക്കോബിന് ആ നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ. അതാണ് 34-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുത്തൊരു വാക്ക് നിറവേറ്റാൻ യാക്കോബ് മറന്നുപോകുമ്പോൾ യാക്കോബിന്റെ കുടുംബത്തിൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാവുകയാണ്. ബലി നടത്താൻ ഒരു വ്യക്തി മറന്നുപോകുമ്പോൾ,
ബലിയർപ്പിക്കാൻ ഒരു വ്യക്തി തയ്യാറാവാതിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ, ആ ദേശത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ യാക്കോബ് ശെക്കേം പട്ടണം വിട്ടുപോകാൻ നിർബന്ധിതനാവുകയാണ്. 35-ാം അധ്യായമാണ് നമ്മുടെ പ്രതിപാദന വിഷയം. ബലി നടക്കുന്നത് ആ അധ്യായത്തിലാണ്. ഇതെല്ലാം, ഈ സംഭവങ്ങളെല്ലാം നടന്ന് മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്ന യാക്കോബിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ ശെക്കേമിൽ താമസിക്കാതെ ബഥേലിലേക്ക് പോവുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ദൈവത്തിന് നീ അവിടെ ഒരു ബലിപീഠം പണിയുക. ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, നീ നടത്താമെന്ന് പറഞ്ഞിരുന്നൊരു ബലി നടത്തിയിട്ടില്ല, നീ പറഞ്ഞൊരു വാക്ക് നിറവേറ്റിയിട്ടില്ല, പാലിച്ചിട്ടില്ല, നീ ബഥേലിലേക്ക് തിരിച്ചു പോവുക. യാക്കോബ് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ എറിയുക. ബലിയിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണത്. ഏകാഗ്രമായൊരു ഭക്തി ദൈവത്തോടുണ്ടാവുക, ബാക്കി വിഗ്രഹങ്ങളെല്ലാം ദൂരെ എറിയുക. അങ്ങനെ അന്യദേവന്മാരെയെല്ലാം ദൂരെ എറിയാനും ദേഹശുദ്ധി വരുത്താനും വസ്ത്രങ്ങൾ മാറാനും യാക്കോബ് തൻ്റെ മക്കളോട് പറയുന്നു. ബഥേലിലേക്ക് പോകാൻ അവർ തീരുമാനമെടുക്കുന്നു. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന കേട്ടവനും ഞാൻ പോയിരുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും എന്ന് യാക്കോബ് തൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറാവുകയാണ്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവർ ശെക്കേമിനടുത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. അതുകൊണ്ട് ആരും അവരെ പീഡിപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, മർമ്മപ്രധാനമായ ഒരു ദൈവദൂത് അതിനകത്ത് കിടപ്പുണ്ട്. അതായത് അന്യദേവന്മാരുടെ എല്ലാം വിഗ്രഹം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഗ്രഹങ്ങൾ, നിർമ്മിച്ച വിഗ്രഹങ്ങൾ എന്നതിനേക്കാൾ അധികമായി സമ്പത്തും ആടുമാടുകളും മക്കളും ഭാര്യമാരും എല്ലാം വർദ്ധിച്ചൊരു കാലത്ത് ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം അത് മാറി ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റു പലതും പ്രതിഷ്ഠിക്കപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞ് അവയെല്ലാം ഉപേക്ഷിച്ച് അവയെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി യാക്കോബ് ദൈവസന്നിധിയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, ഒന്നാം പ്രമാണം പാലിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്താൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ചുറ്റുമുള്ള മനുഷ്യർക്കെല്ലാം അവരെക്കുറിച്ച് ഭീതി ഉണ്ടായി എന്ന് നാം വായിക്കുകയാണ്. അതുകൊണ്ട് ആരും അവരെ ഉപദ്രവിച്ചില്ല എന്ന് നാം വായിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ, യോഗ്യതയോടെ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സംരക്ഷണമാണ്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ ശെക്കേമിനടുത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടെ ഉണ്ടായിരുന്നവരും കനാൻ ദേശത്ത് ബഥേൽ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവനൊരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ബഥേലിനെ അങ്ങനെയാണ് ദൈവഭവനമാക്കി, ദൈവത്തിൻ്റെ ബലിപീഠം സ്ഥിതി ചെയ്യുന്ന ഭവനമാക്കി യാക്കോബ് മാറ്റുന്നത്. അവിടെ അവൻ ബലിയർപ്പിച്ചു. 15-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ടൊരു സ്തംഭമുയർത്തി അതിന്മേൽ പാനീയ ബലിയർപ്പിച്ച് എണ്ണ പകർന്ന് തന്നോട് ദൈവം സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന പേര് ഇട്ടു. യാക്കോബിന്റെ ബലി 35-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് കൊടുത്ത ഒരു വാക്ക് നിറവേറ്റാൻ, ബലിയർപ്പിക്കാൻ തീരുമാനിച്ച ഒരു വാക്ക് അത് നിറവേറ്റാൻ പരാജയപ്പെട്ട യാക്കോബ് ആ തെറ്റ് തിരുത്തുമ്പോൾ യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതാണ്. നിങ്ങളുടെ ജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.